മൂന്നാഴ്ച മാത്രമാണ് സുപ്രീം കോടതി ഗുജറാത്തിന് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിലെ BJP ഭരണത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുമ്പോൾ കണ്ടില്ല എന്ന് ഗുജറാത്ത് ഹൈക്കോടതി പോലും നടിക്കുന്ന അവസരത്തിൽ കനത്തിലിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ് സുപ്രീം കോടതി. കാര്യങ്ങൾ കാണേണ്ട പോലെ നോക്കിക്കാണാൻ ഇവിടെ സുപ്രീം കോടതി ഗുജറാത്ത് കോടതിയെ പഠിപ്പിക്കുമ്പോൾ BJP ഭരണത്തിനിട്ട് അവിടുത്തെ ആഭ്യന്തരത്തിനിട്ട് കൊണ്ടുള്ള ഒരു അടികൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കൊടുക്കുന്നത്. സംഗതി സാമൂഹിക മാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് കോൺഗ്രസ് MP ഇമ്രാൻ പ്രാപ്റ്റിനെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഗുജറാത്ത് സർക്കാരിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടിയെടുക്കുന്നത്. സർഗാത്മകത പ്രധാനമാണ് എന്നും പ്രസ്തുത കവിത ഒരു സമുദായത്തിനും എതിരല്ലെന്നും ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതിയാണ് പറയുന്നത്. രക്തദാഹികളെ ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന കവിത പങ്കുവച്ചതിനാണ് MPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. രാജ്യസഭാംഗം മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് പരാതി. ഇതിനെതിരെ ഇമ്രാൻ ഗുജറാത്ത് ഹൈക്കോടതി സമീപിച്ചെങ്കിലും ഇളവൊന്നും ലഭിച്ചില്ല. തുടർന്ന് ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. കവിതയുടെ യഥാർത്ഥ അർത്ഥം ഹൈക്കോടതി വിലമതിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് അഭയ് OK, ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ എന്നിവരുടെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കവിതയിൽ നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കുക, എല്ലാത്തിനുമുപരി സർഗാത്മകതയുടെ പ്രധാനമാണ് ഗുജറാത്ത് സർക്കാരിന്റെ അഭിഭാഷകയായ സ്വാതി ഗിൽദിയാലിനോട് ജസ്റ്റിസ് പറയുന്നത്. ആത്യന്തികമായി ഇതൊരു കവിതയാണ്, ഇതൊരു മതത്തിനും എതിരല്ല. ആരെങ്കിലും മുഴക്കിയാലും നമ്മൾ അക്രമത്തിൽ ഏർപ്പെടില്ലെന്നാണ് പരോക്ഷമായി ഈ കവിത പറയുന്നത്. അതാണ് കവിത നൽകുന്ന സന്ദേശം. ഇത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന് എതിരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കോൺഗ്രസ് MPക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി ചെയ്തു. നിയമത്തെയാണ് ന്യായാധിപർ ആക്രമിച്ചിരിക്കുന്നത് എന്നും അതാണ് തന്റെ ആശങ്കയെന്നുമാണ് കപിൽ സിബൽ പറയുന്നത്. ഗുജറാത്ത് സർക്കാർ അഭിഭാഷകൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. MP പോസ്റ്റ് ചെയ്ത 46 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് നേരെ പുഷ്പദളങ്ങൾ വർഷിക്കുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. വീഡിയോയ്ക്കൊപ്പം നൽകിയ കവിതയിൽ പ്രകോപനപരമായ വരികൾ ഉണ്ടെന്നാണ് FIR പറയുന്നത്. എന്നാൽ കവിതയിൽ സ്നേഹത്തിന്റെയും അഹിംസയുടെയും സന്ദേശമാണുള്ളത് എന്നും MP വാദിക്കുന്നുണ്ട്. തന്നെ പീഡിപ്പിക്കാനുള്ള ഉപകരണമായി FIR ഉപയോഗിക്കുന്നതെന്നും ഇത് ദുരുദ്ദേശത്തോടെയാണ് എന്നും രജിസ്റ്റർ ചെയ്തത് എന്നുമൊക്കെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഗുജറാത്തിന് 3 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി നൽകുകയാണ്.